പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് തലയ്ക്ക് വെട്ടേറ്റയാൾ ചികിത്സയിലിരിക്കെ മരിച്ചു. കോട്ടപ്പുറം ഉഷസിൽ ബാലചന്ദ്രൻ ഉണ്ണിത്താനാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. കൊല്ലം പരവൂർ കോട്ടപ്പുറത്ത് ജൂലൈ 6-നായിരുന്നു സംഭവം. ബാലചന്ദ്രൻ ഉണ്ണിത്താനെ തലയ്ക്ക് വെട്ടിപ്പരിക്കേൽപ്പിച്ച പ്രതി പരവൂർ കോട്ടപ്പുറം പുതിയത്ത് തെക്കേ വീട്ടിൽ തുടിയിൽ ഉല്ലാസ് മോഹനനെ പോലീസ് പിടികൂടിയിരുന്നു. ഇയാളിപ്പോൾ റിമാൻഡിലാണ്. ബാലചന്ദ്രൻ ഉണ്ണിത്താൻ വാടകയ്ക്ക് താമസിക്കുന്ന കോട്ടപ്പുറത്തെ വീടിന് മുന്നിൽ ഓട്ടോറിക്ഷ പാർക്ക് ചെയ്തത് പ്രതിയായ ഉല്ലാസ് ചോദ്യം ചെയ്യുകയും വാക്കുതർക്കമുണ്ടാവുകയും ചെയ്തു. തുടർന്ന് ബാലചന്ദ്രൻ ഉണ്ണിത്താന്റെ മകൻ ഭരത്തും കൂട്ടുകാരും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ഇവിടെ നിന്ന് പോയ ഉല്ലാസ് വീട്ടിൽ നിന്നും വെട്ടുകത്തിയുമായി തിരികെ എത്തി വഴിയരികിൽ നിന്ന ബാലചന്ദ്രന്റെ തലയ്ക്ക് വെട്ടുകയായിരുന്നു. തടുക്കാനെത്തിയ മകൻ ഭരത്തിനും സുഹൃത്തുക്കൾക്കും ഉല്ലാസിനെ കീഴടക്കുന്നതിനിടയിൽ പരിക്കേറ്റിരുന്നു. തുടർന്ന് നാട്ടുകാരാണ് പ്രതിയെ കീഴ്പ്പെടുത്തി പോലീസിന് കൈമാറിയത്. ഭീഷണിയായി നമ്മൾ എന്തായാലും ഇവിടുന്ന് മാറത്തില്ലെന്ന് പറഞ്ഞ് നമ്മളവിടെ തന്നെ. അപ്പൊ ഇയാള് കുറച്ചു നേരം നിന്നപ്പോഴേ നമ്മൾ ഒരുപാട് പേര് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ ഇയാള് വണ്ടി എടുത്ത് അയാൾക്ക് പോകാറിയാം, വണ്ടി എടുത്ത് അയാളെ വീട്ടിലങ്ങ് പോയി. അപ്പൊ നമ്മൾ വിചാരിച്ച് വെള്ളം അടിച്ചതിന്റെ പേരിലായിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ ഇതിനിടയ്ക്ക് പോലീസിനെ വിളിക്കാൻ നോക്കിയപ്പം റേഞ്ച് കിട്ടാത്ത എന്തോ ഇഷ്യൂ കാരണം പോലീസിന് കണക്ട് ആയില്ല. പോലീസിനെ വിളിക്കുന്ന പറഞ്ഞപ്പോഴേക്കും പറഞ്ഞതാണ്, പോലീസിനെ വിളിക്കുകയാണെങ്കിൽ പറയണം MDMA ഉല്ലാസാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുമെന്ന്. ശരി ആയിക്കോട്ടെ, അങ്ങനെ തന്നെ പറയാമെന്ന്. പക്ഷെ പോലീസിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പൊ ഇയാളങ്ങ് കയറി പോയത് കൊണ്ട് എനിക്കും ജോലിക്ക് പോകാൻ ടൈം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു എല്ലാവരും അച്ഛൻ അങ്ങ് അകത്ത് കയറി എന്ന് പറഞ്ഞ് ഞാനും അങ്ങ് വീട്ടിനകത്തോട്ട് കയറി. അച്ഛൻ അപ്പം ഗേറ്റ് പിടിച്ചോണ്ട് നിൽക്കുകയായിരുന്നു. ഞാനങ്ങ് അകത്തോട്ട് കയറിയപ്പോഴത്തേക്കാണ് ഈ പുള്ളിക്കാരൻ വീണ്ടും വീട്ടിൽ പോയിട്ട് വാക്കത്തി എടുത്തിട്ടാ തിരിച്ചു വരുന്നത്. അപ്പം അവിടെ ഇടവരിയാ മതില പുള്ളി കയ്യിൽ മറച്ച് പിടിച്ചോണ്ടാ വന്നത്. അപ്പൊ നമ്മളാരും ഈ വാക്കത്തി കാണുന്നില്ല, പുള്ളി നടന്നു വരുന്നതായിട്ടേ കാണുന്നുള്ളൂ. ഞാനങ്ങ് വീട്ടിലോട്ട് സിറ്റ് ഔട്ട് കയറി. അച്ഛൻ ഫ്രണ്ട് നിൽക്കുകയായിരുന്നു, ബാക്കിയുള്ളവരെല്ലാം അവിടെ കണ്ടുകൊണ്ട് നിൽക്കുന്നു. ഇയാൾ ഈ ഇടവഴി നേരെ വളഞ്ഞു കയറി വരുന്ന നമ്മളെ ഗേറ്റാ. ഇയാൾ നേരെ വളഞ്ഞു കയറി വന്ന അച്ഛൻ്റെ തലയിൽ ഡയറക്റ്റ് വെട്ടുമായിരുന്നു. അച്ഛൻ ഒന്നും പ്രതീക്ഷിക്കാൻ നിൽക്കുകയായിരുന്നു, മനസ്സിലായില്ല. അപ്പോൾ പെട്ടെന്നുള്ള ഒരു വെട്ടായിരുന്നു. അതിനകത്ത് തന്നെ അച്ഛപ്പോഴേ വീണു. ഞാൻ ഇത് കണ്ട് ഈ ബഹളം കേട്ടിട്ടാണ് ഞാൻ തിരിഞ്ഞോടി വന്ന് ഇയാളെ പിടിച്ച് തള്ളി മാറ്റി. അടുത്തുനിന്ന് പിള്ളേരെല്ലാം കൂടെ പിടിച്ച് തറയിട്ട് അപ്പോൾ അയാൾ അവിടെ കിടന്ന രണ്ടാമത്തെ വീശുന്ന സമയത്താണ് ഞാൻ പിടിച്ച് തള്ളുന്നത്. അപ്പോൾ എൻ്റെ വയറ്റിലൊരു വെട്ടുകൊണ്ട് പുള്ളി മറിച്ചിട്ട് തറയിൽ കിടന്നുകൊണ്ട് വീണ്ടും വീശി. ആ വീശ് അടുത്ത് നിന്ന് വേറെ പണിക്കാരൻ പയ്യൻ്റെ കാലിൽ കൊണ്ടു. നമുക്ക് രണ്ടുപേർക്കും ചെറിയ രീതിയിൽ വെട്ടിക്കൊണ്ട്. പക്ഷെ നമ്മൾ അവനെ പിടിച്ച് കിടത്തി കയ്യിൽ നിന്ന് വാക്കത്തിയെല്ലാം പിടിച്ച് മാറ്റി. അപ്പം തറ വന്ന് വീണപ്പോൾ തന്നെ അവൻ്റെ ബോധം ഓൾമോസ്റ്റ് പോയി. അതാ പിന്നെ നമ്മൾ അച്ഛനെ ഏർപ്പെടുന്ന ആളാണ്, പിന്നെ അച്ഛനെ എടുത്തോണ്ട് പോകുന്ന ഓപ്ഷനേ ഉള്ളൂ. ബാലചന്ദ്രൻ ഉണ്ണിത്താന്റെ പരിക്ക് ഗുരുതരമായതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ബാലചന്ദ്രൻ രാവിലെയാണ് മരിച്ചത്. തുടർന്ന് റിമാൻഡിൽ കഴിയുന്ന പ്രതിക്കുമേൽ കൊലക്കുറ്റം ചുമത്തി വീണ്ടും കേസെടുത്തു. ഫോക്സ് TV ന്യൂസ്, പത്തനാപുരം.